ഏതൊരു നാടിൻ്റെയും വികസനവും ഏതൊരു നാടിൻ്റെയും വളർച്ചയും കുട്ടികളുടെ വളർച്ചയും ഒക്കെ നമ്മുടെ നാടിൻ്റെ ഒരു വളർച്ച നമ്മുടെ ലൈബ്രറികളാണ്. ലൈബ്രറികൾ ഒത്തിരി സംഭാവനകളാണ് ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക്, നാട്ടുകാരുടെ വളർച്ചയ്ക്കൊക്കെ നൽകിയിരിക്കുക. അങ്ങനെ ഒരു ലൈബ്രറിയാണ് ഓതറ ജനതാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം. തിരുവല്ല താലൂക്കിൽ കുറ്റൂർ ഗ്രാമപഞ്ചായത്ത്. ഇത് 8-ാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ 7-ാം വാർഡ്, 8-ാം വാർഡ്, 6-ാം വാർഡ് എല്ലാം കൂടെ ചേർന്ന് അവിടുത്തെ എല്ലാവരും കൂടെ ചേർന്ന് ഒരുക്കുന്ന വളരെ മനോഹരമായ ഒരു ഓണാഘോഷം, 2026 ഓണാഘോഷത്തിൻ്റെ പരിപാടികളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിരവധി കുട്ടികൾ അല്ലെങ്കിൽ ഓരോ വീട്ടിലെ എല്ലാവരും ഇവിടെ കൂടി വരുന്നു, അവരൊരുമിച്ച് അത്തപ്പൂ ഇടുന്നു. അങ്ങനെ രസകരമായ അനുഭവങ്ങൾ ഒരുമിച്ച് അവിടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം രാഷ്ട്രീയമില്ലാതെ എല്ലാവരും ഒരുമിച്ച്, അത് ഓണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന, ശരിക്കും എല്ലാവരും മലയാളികളെ അഭിനന്ദിക്കുന്ന അല്ലെങ്കിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഓണത്തിന് നമ്മുടെ മലയാളികളെല്ലാവരും ഒന്നിച്ചു കൂടുന്നതും ഒരുമിച്ച് കളികളിൽ പങ്കെടുക്കുന്നതും മറ്റുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും ഒക്കെ. അത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് അഭിമാനത്തോടെ നമ്മൾ എവിടെയായിരുന്നു നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഓണത്തെക്കുറിച്ച്. അപ്പോൾ ആ ഓണത്തിൻ്റെ ജനതാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിൻ്റെ ഓണാഘോഷ പരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുകയാണ്. നമുക്കതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങളുടെയൊക്കെ നാട്ടിൽ, എല്ലാ നാട്ടിലും ഈ ജനതാ ലൈബ്രറികൾ ഓരോ സംഭാവനകളാണ് നൽകിയിരിക്കുന്നത്, ഓരോരുത്തരും വളർച്ച. കാരണം നമുക്ക് പല പരിപാടികളാണ് ഈ ലൈബ്രറി നടക്കുന്നത്. ഇപ്പോൾ 2nd ഗ്രേഡ് വരെ എത്തി നിൽക്കുന്ന ഒരു ലൈബ്രറിയാണിത്, ജനതാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഓതറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കളിച്ച് വളർന്നവർ, ഇവിടെ അംഗത്വമുണ്ടായിരുന്നവർ, ഇവിടുത്തെ പല പരിപാടികളിൽ പങ്കെടുത്ത് വിദേശ നാടുകളിലൊക്കെയും പോയിട്ടുള്ളവരുണ്ട്. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർ, വായന ഇഷ്ടപ്പെടുന്നവർ, സമൂഹ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, അവർക്കൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ ലൈബ്രറികളുടെ സംഭാവനകൾ എടുത്തു പറയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈബ്രറിയിലെ അംഗങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്, അപ്പോൾ ഇന്നിവിടെ ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഓണസദ്യയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അതൊക്കെ അടിപൊളിയായിരുന്നു. അതെല്ലാം ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, നടന്നു വരൂ. കണ്ണും കാലും കരളും മനസ്സും ഒരുപോലെ പെതുക്കെ വന്നാൽ മതി. ഫസ്റ്റ് അടിച്ചൊരു പൊക്കോട്ടെ, രണ്ടാമത് വരുന്നവരും പോരട്ടെ. 3, 4, 5 പെൺകുട്ടികളുടെ അതിമനോഹരമായ 5 പേരും കൊള്ളാം. നിങ്ങളെ മഴ വരുന്നുണ്ട്, പെട്ടെന്നാണ്. അവനിട്ടു, ഒരാളിട്ട് 2 പേര്, അവൻ വിട്ടില്ല. അതീ പറഞ്ഞല്ലോ, നീ ഇതിനെ പേടിച്ച് എറിഞ്ഞല്ല. ഗജവീരന്മാരായ 5 പേര് 1, 2, 3, 4 പേര് പോയടാ. 2 പേര്, ഒരാളേ ഉള്ളു, ഒരാൾ മാത്രം, 4 പേര് കളഞ്ഞ്. 2, 3, 4, 5, 6, 7, 8. ഞാൻ പറഞ്ഞില്ലേ, 2 ആദ്യം ഒരെണ്ണം പോയി, 2 ഒരു 10 സെക്കൻഡ് കൂടെ ഉള്ളു. പെട്ടെന്നാണ്, ചിരിപ്പിക്കല്ലേ, ചിരിപ്പിച്ചാൽ വെള്ളം താഴെ പോകണം. പെട്ടെന്നാണ് ഒരു ബക്കറ്റ് അടി. വളരെ വിഭവസമൃദ്ധമായ ഓണസദ്യ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അച്ചാറും ഉപ്പേരിയും പപ്പടവും തോരനും അവിയലും സാമ്പാറും, അങ്ങനെ ഓലനും കാളനും. പച്ചടി എടുത്തതിനൊപ്പം ഒഴിച്ചു പച്ച. അങ്ങനെ എല്ലാവരും ഒരുപോലെ അങ്ങനെ ഇലയ്ക്കകത്തുള്ള ഓണസദ്യയിൽ പങ്കെടുക്കുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച. ഒരു ദേശീയ ഉത്സവത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ ദേശീയ ഉത്സവം ഇവിടെ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്.
രണ്ടുപേരും അവർക്ക് കാര്യമായിട്ട് കൊടുക്കണേ. അവർ ചോദിക്കുന്ന സാധനം എല്ലാം മുറിഞ്ഞ പപ്പടം കൊടുത്താ വായി വെച്ചോട്ട്